University, Kochi. Be the change, be the future, with Jain deemed to be University Kochi. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ രേണുക. ഇത് ഞങ്ങളുടെ ഇലക്ഷൻ അനലിസ്റ്റ് മനു ഭരത്. ഇന്ന് തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ പരിശോധിക്കുന്ന വിഷയങ്ങൾ ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് പാകിസ്ഥാനുമായുള്ള ബന്ധം ആവർത്തിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഒരു ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി അത് വളരെ ഗൗരവമുള്ള വിഷയം എന്ന രീതിയിൽ സംസാരിക്കുന്നത്. മറ്റൊന്ന് മുജ്ര പരാമർശമാണ്. മുജ്ര നൃത്തവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയ പരാമർശം. അതിനെതിരെ പ്രിയങ്ക ഉൾപ്പെടെ രംഗത്ത് വരുന്നു. ഏഴാം ഘട്ടത്തിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ പഞ്ചാബിൽ എന്ത് നടക്കുന്നു എന്നതൊക്കെ നമ്മൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future, with Jain deemed to be University Kochi. ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയിൽ അന്വേഷണം വേണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മളോട് ശത്രുതയുള്ളവർ എന്തുകൊണ്ടാണ് ചില ആളുകളെ മാത്രം ഇഷ്ടപ്പെടുന്നതെന്നും അവർക്ക് മാത്രം പിന്തുണ നൽകുന്നതെന്നും അറിയില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോ ഏഷ്യൻ ന്യൂസ് സർവീസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. മനു, ഈ വിഷയം ഇതിനു മുൻപും തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇമ്രാൻഖാൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഫവാദ് ഹുസൈൻ അദ്ദേഹം നടത്തിയ ട്വീറ്റാണ് ഇത്തരം പരാമർശങ്ങളിലേക്ക് നയിച്ചത്. നേരത്തെ പല പ്രചാരണ കേന്ദ്രങ്ങളിലും പ്രധാനമന്ത്രി ഈ വിഷയം ഉപയോഗിക്കുകയും പാകിസ്ഥാൻ ഒരു വിഷയമാക്കുകയും ഷഹസാദ ജയിക്കാൻ, അതായത് രാഹുൽ ഗാന്ധി ജയിക്കാൻ പാകിസ്ഥാൻ കാത്തിരിക്കുകയാണ്, രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു തുടങ്ങിയ പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്തതാണ്. ഇതിപ്പോൾ ഏഴാം ഘട്ടത്തിലേക്ക് പോകുമ്പോഴും ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി ആവർത്തിക്കുന്നു. അതിന്റെ കടുപ്പം കൂട്ടുകയാണ്. അന്വേഷിക്കേണ്ട തരത്തിൽ ഗൗരവമുള്ള വിഷയമാണ് ഇത് എന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. ചോദ്യത്തിന് മറുപടിയായിട്ടാണ് എങ്കിൽ പോലും ആ വിഷയത്തിന്റെ ഗൗരവം ഉയർത്തിക്കാട്ടുകയും പാകിസ്ഥാനും ഇന്ത്യ മുന്നണി നേതാക്കളും തമ്മിലുള്ള ബന്ധം ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായും ഈ വിഷയം വന്ന ഘട്ടത്തിൽ തന്നെ ഇത് ഒരു അപകടക്കെണിയാണെന്ന് കെജ്രിവാൾ മനസ്സിലാക്കി. പലപ്പോഴും ഈ ചൗധരി ഫവാദ് ഹുസൈൻ ഇത്തരം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെയും ട്വീറ്റുകൾ റീട്വീറ്റ് ചെയ്യുന്നൊരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചൗധരി ഫവാദ് ഹുസൈൻ നമുക്കറിയാം, അദ്ദേഹം പല പാർട്ടികൾ മാറി വന്നിട്ടുള്ളയാളാണ്. ഏറ്റവും ഒടുവിൽ ഈ ഇമ്രാൻഖാൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗം. അതിനു മുമ്പേ യൂസഫ് റാസ ഗിലാനിയുടെ മന്ത്രിസഭയിൽ, പർവേഷ് അഷ്റഫിൻ്റെ മന്ത്രിസഭയിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം നമ്മുടെ ഈ തെരിക്കെ ഇൻസാഫ് പാർട്ടി ഉണ്ടായിരുന്നു. പല പാർട്ടികൾ അദ്ദേഹം മാറി വരികയൊക്കെയാണ് ചെയ്തത്. അദ്ദേഹം PTIയിൽ ഏറ്റവും ഒടുവിലാണ് എത്തുന്നത്. അതിനുശേഷം അവിടെ ഇമ്രാൻഖാൻ മാറുന്നതോടുകൂടി അദ്ദേഹവും തൻ്റെ സ്ഥാനം മാറുകയൊക്കെ ചെയ്യുന്നു. അദ്ദേഹം ഒരു മിതവാദിയായിട്ടാണ് അവിടെ അറിയപ്പെടുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ആണ് ഇദ്ദേഹം. ഒരു അഭിഭാഷകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവൻ അവിടെ പാകിസ്ഥാനിലുള്ള പഞ്ചാബ് പ്രവിശ്യയുടെ ഗവർണറായിരുന്നു. മറ്റൊരു അമ്മാവൻ ലാഹോർ ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അങ്ങനെ ഒരു വലിയ പണ്ഡിതരുടെയൊക്കെ ഒരു ഫാമിലിയിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്. പക്ഷേ ഈ മതം മാറിയ, അതായത് ജാട്ട് സമുദായത്തിൽ നിന്ന് പോയ മുസ്ലിം ജാട്ട് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ ഫവാദ് ഹുസൈൻ. അദ്ദേഹം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ എല്ലാ ഘട്ടത്തിലും വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം താൻ രാഷ്ട്രീയത്തിലൊന്നുമില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഏപ്രിൽ 2022 ഈ തെഹ്രീകെ ഇൻസാഫ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം മാറി പോവുകയും പിന്നീട് അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിലില്ല എന്നാണ് പൊതുവെ അവകാശപ്പെടുന്നത്. ഏതായാലും അദ്ദേഹം ഓൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗിലും ഒക്കെ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇമ്രാൻഖാനൊപ്പം. പക്ഷേ ഈ മിതവാദം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വലിയ തോതിൽ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല. അവിടെ ഇമ്രാൻഖാൻ സർക്കാരിൻ്റെ കാലത്തൊക്കെ അദ്ദേഹം ആ വാദമൊന്നും ഉന്നയിച്ചിട്ടില്ല. ഏതായാലും ഇന്ത്യയുടെ കാര്യത്തിൽ അദ്ദേഹം വലിയ താല്പര്യം കാണിക്കുന്നു എന്നത്
ഒരു വിരോധാഭാസമായി ഇപ്പോൾ നമ്മൾ ഒരു ട്വീറ്റ് അല്ലെങ്കിൽ നല്ല ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ റീട്വീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ സാധാരണമായി ചെയ്യുന്നതാണ്. പക്ഷേ പാകിസ്ഥാനിലെ മുൻ മന്ത്രി എന്ന നിലയിലാണ് ചൗധരിയുടെ ഈ പ്രവർത്തനങ്ങൾ ഈ നിലയിലൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ചൗധരി പറയുന്നു നമ്മുടെ ഇന്ത്യയിലെ മൈനോറിറ്റി വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു BJP അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഒഴിവാക്കാമെന്നൊക്കെ ഉള്ള ചില നിരീക്ഷണങ്ങൾ കൂടി അദ്ദേഹം നടത്തുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള പാകിസ്ഥാന്റെ ഇടപെടലായി മാറുന്നു. ഇന്ത്യ മുന്നണിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധമായി മാറുന്നു. അങ്ങനെ വ്യാഖ്യാനിക്കാനും അങ്ങനെ പ്രചരിപ്പിക്കാനും BJPക്ക് സാധിക്കുന്നു. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു അഴിമതി കേസിലകത്തായ ആളാണല്ലോ അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം പുറത്തു വന്നപ്പോൾ ഇദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് മോദി പരാജയപ്പെട്ടു, ഇത് മോദിജി ലോസ്റ്റ് അനദർ ബാറ്റിൽ അതിലല്ല, അത് വന്നത് അതിന് ശേഷമാണ്. ഗുഡ് ന്യൂസ് എന്ന് അദ്ദേഹം പറയുന്നു. ജാമ്യം കിട്ടിയപ്പോൾ അത് പുറത്തു വന്ന സമയത്ത്, ജയിലിൽ നിന്ന് വരുന്ന സമയത്താണ് ഈ പോസ്റ്റ് ഇടുന്നത്. അതിനുശേഷമാണ് കെജ്രിവാൾ വോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം വോട്ട് ചെയ്തതിൻ്റെ ആ മുദ്രയൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ തീവ്രവാദത്തിനെതിരെ അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെ ശക്തികൾക്കെതിരെ എല്ലാവരും വോട്ട് ചെയ്യണം എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതിന് കെജ്രിവാൾ ആ ഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്. അത് ഒരു പക്ഷേ കെജ്രിവാൾ അത് വലിയ അവിടുത്തെ അവസ്ഥ, പാകിസ്ഥാനിലെ അവസ്ഥ എത്ര മോശമാണ്, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാൾ തിരിച്ച് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മേ പീസ് ആൻഡ് ഹാർമണി ഡിഫീറ്റ് ഫോഴ്സസ് ഓഫ് ഹെയ്റ്റ് ആൻഡ് എക്സ്ട്രീമിസം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഈ കെജ്രിവാളിന്റെ പടം വെച്ച് ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ പാകിസ്ഥാനിലെ തീവ്രവാദത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ക്രോസ് ബോർഡർ ടെററിസം നടത്തുന്ന ഒരു രാജ്യത്തെക്കുറിച്ച്. അതാണ് കെജ്രിവാൾ അതിൽ വളരെ കൃത്യമായുള്ളൊരു മറുപടി തന്നെയാണ് കൊടുത്തത്. ഇതിന്റെ ഏറ്റവും വലിയ സ്പോൺസേഴ്സാണ് നിങ്ങൾ തീവ്രവാദത്തിന്റെ. പാകിസ്ഥാനിൽ തീവ്രവാദമുണ്ട്, അവിടെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയൊക്കെ ഉണ്ട് എങ്കിൽ പോലും മറ്റൊരു രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവരെ സംബന്ധിച്ചുണ്ട്. അവർക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിനെ ഈ നിലയിലൊക്കെ പ്രധാനമന്ത്രി ചിത്രീകരിക്കുന്നത് എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പാകിസ്ഥാനിൽ തീവ്രവാദത്തെ പ്രോത്സാഹിക്കുന്ന ഒരാളെ അയാൾ എന്നെ പുകഴ്ത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ തെറ്റിന്റെ പാതയിലാണ് പോകുന്നതെന്നല്ലേ അർത്ഥം? അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാമല്ലോ. അത് ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യ മുന്നണിയുമായുള്ള രഹസ്യ ധാരണയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി നടത്തില്ല. പ്രധാനമന്ത്രി അങ്ങനെയല്ല പറഞ്ഞത്. പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ഭാരതത്തിലെ ജനങ്ങൾക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ്. അവർക്ക് മറ്റ് പുറത്തുള്ള ആളുകൾ പറഞ്ഞ് അതിൽ പ്രഭാവിതരാകുന്ന ആളുകളല്ല. അവർ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഇതിലാണ് അവർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിഭാഗം ആളുകളെ പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ ശത്രുവാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇങ്ങോട്ടേക്ക് തീവ്രവാദികളെ കടത്തിവിടുന്നു. മാത്രമല്ല, നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും അതിർത്തിയിൽ വെടിനിൽക്കൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് തുടർച്ചയായി പല ഘട്ടങ്ങളിൽ ആക്രമിക്കുന്നു. പുൽവാമ പോലുള്ള സംഭവങ്ങളിൽ ഭാഗത്തു നിന്നുണ്ടാകുന്ന പാകിസ്ഥാനിൽ നമ്മൾ കാണുന്നത് കാക്കുന്ന ജവാന്മാരെ വെടിവെച്ച് കൊല്ലുന്ന ആളുകളെ പിന്നെ ശത്രുക്കളല്ല മിത്രങ്ങൾ എന്ന് വിളിക്കാനാകും. ടെററിസ്റ്റുകളാണല്ലോ അത് ചെയ്യുന്നത്. അത് പാകിസ്ഥാനികളല്ലല്ലോ ചെയ്യുന്നത്. അവിടെയാണ് വലിയ തെറ്റുപറ്റുന്നത്. ഈ ടെററിസ്റ്റുകൾ എന്നത് വെറുതെ കുറച്ചു പേർ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ടെററിസ്റ്റുകളാകില്ല. അവർക്ക് ആയുധം കിട്ടുന്നത് എവിടെ നിന്നാണ്? അവർക്ക് എങ്ങനെയാണ് ഈ പണം കിട്ടുന്നത്? എങ്ങനെയാണ് ഈ കള്ളനോട്ടുകൾ അവരുടെ കയ്യിലെത്തുന്നത്? ഇതൊക്കെ അവിടുത്തെ ഭരണകൂടത്തിന്റെ പിന്തുണയിൽ കൊണ്ടാണ്. രേണുകയ്ക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ തീവ്രവാദികൾക്ക് എവിടെ നിന്നാണ് ആയുധം കിട്ടുന്നത്? ആരാണ് അവരെ ഫണ്ട് ചെയ്യുന്നത്? എവിടെ നിന്നാണ് അവർക്ക് പണം കിട്ടുന്നത്? സഹായിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടമാണ്. പാകിസ്ഥാനികൾ മൊത്തമല്ല, പാകിസ്ഥാൻ ഭരണകൂടത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. പാകിസ്ഥാൻ ഭരണകൂടമാണ് ഇന്ത്യയിലെ അതിർത്തി കാക്കുന്ന ജവാന്മാരെ കൊല്ലാനുള്ള ആയുധവും പണവും അർത്ഥവും ആളും കൊടുക്കുന്നത്. അവരുടെ പിന്തുണയോടുകൂടി അവരുടെ പരിശീലന കേന്ദ്രങ്ങളിലാണ് ഇതെല്ലാം ഈ ആളുകൾ പോയി പരിശീലിക്കുന്നത്. അല്ലാതെ ആയുധം പരിശീലിക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് എളുപ്പത്തിൽ കഴിയുമോ? ഒരു രാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അവിടെ സുഗമമായി തീവ്രവാദികൾക്ക് താഴ്ച വളരാനാകുമോ? ഇന്ത്യക്ക് വേണ്ട, ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ നടത്തിയ ആളുകൾക്ക് ഒളിത്താവളം ഒരുക്കുന്ന ഒരു രാജ്യമല്ലേ പാകിസ്ഥാൻ? നമ്മുടെ ബോംബെ സ്ഫോടനം ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളെ സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ എത്തി നിൽക്കുന്നത് എവിടേക്കാണ്? ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം ഒളിവിൽ താമസിച്ചത് എവിടെയാണ്?
അപ്പൊ ഇത്തരം രാജ്യത്തെ എല്ലാവിധ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്ന അതിന് പിന്തുണ കൊടുക്കുന്ന സർക്കാരുകൾ അവിടെ കണ്ടെത്തുക, അതിന് പിന്നിൽ ശക്തി ആ രാജ്യത്തിന്റെ ഭരണകൂടം തന്നെയാണ്. അല്ലാതെ രാജ്യത്തെ അവിടുത്തെ സാധാരണക്കാരെ കർഷകരെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത അയൽ ഇന്ത്യയുടെ അടുത്ത രാജ്യമാണ്, ഇന്ത്യയുടെ ഭാഗമാണ്. നമ്മുടെ പ്രധാനമന്ത്രിമാർ തന്നെ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയ അവിടുത്തെ ജനങ്ങളെയല്ല നമ്മൾ എതിർക്കുന്നത്. അവിടുത്തെ ഭരണകൂടം എല്ലാ ഘട്ടത്തിലും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഭരണകൂടമാണ്. ഇന്ത്യ അവിടെ പലപ്പോഴും നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായപ്പോൾ എത്ര തവണ സഹായഹസ്തം നീട്ടിയിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ പോലും അവർ തയ്യാറാകാത്തതിന്റെ കാരണം എന്താണ്? അവർ ആ ശത്രു വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നവാസ് ഷെരീഫ് ഒക്കെ പലപ്പോഴും ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമം നടത്തിയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ തന്നെ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. നമ്മൾ പാടെ പാകിസ്ഥാനെ ഒരു ശത്രുപക്ഷത്ത് നിർത്തേണ്ടുന്ന കാര്യമുണ്ടോ എന്നതാണ്. ഇപ്പോൾ ചൗധരി ഫവാദ് ഹുസൈൻ ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് ഏതെങ്കിലും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇടപെടലോ ഇന്ത്യ മുന്നണിയും അവരും തമ്മിലുള്ള ബന്ധമോ ഒന്നും ആകുന്നില്ല. പ്രധാനമന്ത്രി പറയുന്നു നമ്മളുടെ ജനാധിപത്യ പ്രക്രിയ എത്രമാത്രം പരിശുദ്ധമായിട്ടാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജനങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം, ഒരു വിഭാഗം ആളുകളെ നമ്മുടെ ശത്രുക്കൾ, വളരെ കൃത്യമാണ്, ഒരു വിഭാഗം ആളുകളെ നമ്മുടെ ശത്രുക്കൾ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്, അത് അന്വേഷിക്കപ്പെടേണ്ട വിഷയമാണ് എന്ന് പറയുമ്പോൾ അത് ഉടനെ തന്നെ നമ്മുടെ ഇഡിയോ മറ്റാരെങ്കിലും അന്വേഷിക്കാറില്ല. അത് നമ്മളെല്ലാവരും അന്വേഷിക്കും. ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയാണ്, ഞാൻ പ്രധാനമന്ത്രിയായ ഞാൻ ഇതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇതിനപ്പുറം പ്രധാനമന്ത്രി പ്രചാരണ യോഗങ്ങളിൽ പറഞ്ഞിരുന്നു ഷഹസാദിയെ പ്രധാനമന്ത്രിയാക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നത് ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം പാകിസ്ഥാനെ അനുകൂലിക്കുന്ന സ്വീകരിച്ച ആളുകളാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്നത് എല്ലാ കാലത്തും BJP-യുടെ ഒരു പ്രധാന തർക്ക വിഷയമാണ്. ഇപ്പൊ രാജ്യത്തെ അല്ല അതല്ലെന്നേ പരത്തി പറഞ്ഞുകൊണ്ട് കാര്യം, ഈ രാജ്യം വിഭജിക്കുന്നതിന്റെ കാരണമാരാണ്. അത് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് അംഗീകരിച്ചതിന്റെ ഭാഗമായില്ലേ? അന്ന് തൊട്ട് ആ വിയോജിപ്പുണ്ടെന്ന്. വിയോജിപ്പുകൾ ഉണ്ടാവാം, പക്ഷേ ശത്രുപക്ഷത്ത് നിർത്തേണ്ടതുണ്ടോ എന്നാണല്ലോ ഞാൻ ചോദിച്ചത്. ശത്രുപക്ഷം നിർത്തേണ്ടതുണ്ട്. ഇവിടുത്തെ ജവാന്മാരെ നിങ്ങളുടെ അഭിപ്രായം അതാകണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്താന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ വാശി പിടിക്കല്ല, നമ്മുടെ രാജ്യത്തെ സൈനികരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സംവിധാനത്തോട് അങ്ങേയറ്റത്തെ ശത്രുത തന്നെയാണ് നമുക്ക് വേണ്ടത്. അവിടുത്തെ മനുഷ്യരോടല്ല, അവിടുത്തെ സാധാരണക്കാരോടല്ല. ഇത്തരം ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ എന്ത് തരം ഭരണമാണ് നടക്കുന്നത്? അവിടെ എന്തെങ്കിലും ജനാധിപത്യ ഭരണം നടക്കുന്നതായി ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടോ? പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ടോ? അവിടുത്തെ ജനങ്ങൾ അവകാശപ്പെടുന്നുണ്ടോ? ആഭ്യന്തര പ്രശ്നങ്ങളല്ല, അവിടെ ശുദ്ധമായ റിലീജിയസ് ഫണ്ടമെന്റലിസം എന്ന മതമൗലിക വാദം മാത്രമാണ് അവിടുത്തെ ഏറ്റവും വലിയ ആയുധമായി നിൽക്കുന്നത്. മനോഭരത്, ഇപ്പോൾ പുറമെ നിന്ന് നോക്കുന്നവർ ഇന്ത്യയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് വിലയിരുത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയുടെ മൂല്യച്യുതികളെയൊക്കെ അവിടെ ആത്യന്തികമായ അല്ല, അവിടെ വലിയൊരു തെറ്റുണ്ട്. ഇന്ത്യ എന്നത് മറ്റിന്ന് വരെ മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് ഏതെങ്കിലും ഭൂപ്രദേശം കീഴടക്കിയ ഒരു നാടാണോ? പാകിസ്ഥാൻ അങ്ങനെയാണോ? ഇന്ത്യൻ പ്രദേശത്തേക്ക് സൈന്യത്തെ അയച്ച് ആ ഭാഗം ഇന്നും കൈവശം വെച്ചുപെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചു തരാനുള്ള ബാധ്യതയാണ് അവർ ആദ്യം കാണിക്കേണ്ടത്. അതിനപ്പുറത്തേക്കാണ് പിന്നെ അല്ല വിയോജിപ്പല്ല, നമ്മളിത് രാജ്യത്തിന്റെ നിലപാടാണെന്ന്. ഈ രേണുകയുടെ ഈ അഭിപ്രായം രാഹുൽ ഗാന്ധിക്കും ഇല്ല, കെജ്രിവാളിനും ഇല്ല. അതുകൊണ്ടാണ് അവർ തിരിച്ചു പറഞ്ഞത് നിങ്ങൾ ഇടപെടണ്ടെന്ന്. ഇടപെടുന്നു എന്നത് എങ്ങനെയാണ്? ആര് പറഞ്ഞു? കെജ്രിവാളാണ് പറഞ്ഞത്. രാഹുൽ എന്താ പറഞ്ഞത്? അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് എന്താ പാകിസ്ഥാൻ ഇന്ത്യൻ കാര്യത്തിൽ ഇടപെടണമെന്ന നിലപാടാണുള്ളത്. ഇത് എങ്ങനെയുള്ള ഒരു ഇടപെടലായിട്ട് എങ്ങനെ മാറാൻ? അവരിതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇതൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണ്. ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണ്. ആ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളാണ്. നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന നിലപാടാണ് മറ്റുള്ളവർക്ക്. പരസ്യമായ ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ അത് ആളുകളുടെ പറഞ്ഞത് ആരെ കുറിച്ചാണോ ആ കെജ്രിവാളിന്റെ അഭിപ്രായം നിങ്ങൾ ഇതിൽ പറയണ്ട, നിങ്ങളുടെ പിന്തുണ വേണ്ട. കെജ്രിവാൾ അങ്ങനെ ഏതൊക്കെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നു? കെജ്രിവാൾ ആ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് പാകിസ്ഥാൻ അങ്ങനെ ഒരു ശത്രുപക്ഷത്ത് പൂർണ്ണമായി നിർത്തേണ്ട ഒരു രാജ്യമല്ലാന്ന് എനിക്ക് പറഞ്ഞൂടെ? എനിക്ക് എന്റേതായ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം. പക്ഷെ നിങ്ങൾ ഇവിടെ നിരാകരിക്കപ്പെടുന്നത് ആരെയാണ്? ഈ രാജ്യത്തിന് വേണ്ടി ഇതെന്തൊരു എനിക്കിത് മനസ്സിലാവുന്നില്ല. രാജ്യത്തിന്റെ അതിർത്തിയിൽ നമുക്ക് വേണ്ടി പോരാടുന്ന സൈനികരെ വെടിവെച്ച് കൊല്ലുക, തീവ്രവാദികൾക്ക് തോക്ക് കൊടുക്കുക, അവർക്ക് പരിശീലനം കൊടുക്കുക, അങ്ങനെ ഒരു ഭരണകൂടത്തിന് അത് ശരിയുടെ ഭാഗത്താണ് എന്ന് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളിലേക്ക് നടത്തിയ കടന്നുകയറ്റമോ തീവ്രവാദ പ്രവർത്തനത്തിന് നടത്തിയ പിന്തുണയോ ഞാൻ അനുകൂലിച്ചില്ലല്ലോ. ഒരു രാജ്യത്തെ പൂർണ്ണമായും അതിനെ തള്ളി പറഞ്ഞതിനെ മാത്രമാണ് ഞാൻ ചോദ്യം ചെയ്തത് മനു. അതിലുള്ള എന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് ചെയ്തത്.
മനുഷ്യരുടെ കാര്യമല്ലെന്ന്. നമ്മുടെ വിഷയം ഇത് തന്നെയാണ്. ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഒരു കാര്യം പാകിസ്ഥാൻ എന്ന വിഷയം പ്രധാനമന്ത്രി ഉയർത്തുന്നു. 7ാം ഘട്ടത്തിലേക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ സുരക്ഷാ പ്രശ്നമാണ്. ഈ പുൽവാമ എടുത്തിടാനില്ല. ആ 2 സ്പേസ് മാറ്റുക, അല്ലെങ്കിൽ ആ ഒരു സ്പേസിനു പകരമാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ പിൻബലം കിട്ടിയത് എവിടുന്നാണ്? എങ്ങനെയാണ് ഈ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് ഈ നാട്ടിലുണ്ടായത്? ഇവിടെ ആളുകളെ എങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് പരിശീലിപ്പിച്ചത്? എവിടെ വെച്ചാണ് അവർക്ക് വെടിയേറ്റത്? തടിയന്റെ ഇവിടെ നസീർ ഉൾപ്പെടെയുള്ള ആളുകളുടെ റോൾ എന്താണ്? ഇതെല്ലാം വളരെ കൃത്യമാണ്. ഇത് പാകിസ്ഥാന്റെ അതുകൊണ്ടാണ് ഇതല്ലേ ജയശങ്കർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ക്രോസ് ബോർഡർ ടെററിസം നടത്തുന്ന ഒരു രാജ്യവുമായി ചർച്ച ചെയ്യാൻ അതിന്റെ ഇരകൾക്ക് കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ G20 ഉച്ചകോടിയിൽ നമ്മൾ കേട്ടത് എന്തുകൊണ്ടാണ്? അത് രാജ്യത്തിന്റെ നിലപാടാണ്. ആ നിലപാടിനോടൊപ്പമാണ് ഓരോ ഇന്ത്യൻ പൗരനും. ഞാൻ അതിലൊന്നും ഒരു എതിരഭിപ്രായവും പറഞ്ഞിട്ടില്ല. രാജ്യത്തിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ മുന്നോട്ട് പോകാം. മനു പറഞ്ഞ ഒരു അഭിപ്രായത്തോട്, പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു രാഷ്ട്രം എന്ന് പറഞ്ഞ ഒരു കാര്യത്തോട് മാത്രമേ ഞാൻ വിയോജിപ്പ് പറഞ്ഞുള്ളൂ. പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്. അതിൽ അതിനൊരൊറ്റ കാരണം ഈ രാജ്യത്തേക്ക് തീവ്രവാദം കടത്തിവിടുന്നതിന് നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമാണ്. ആ നിലപാടാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത്. രാഹുൽ ഗാന്ധി വേറെ പറഞ്ഞതുകൊണ്ടല്ലോ എന്റെ നിലപാട്. നിങ്ങളുടെ നിലപാട് എന്തോ ആയിക്കോട്ടെ, പക്ഷേ രേണുക മനസ്സിലാക്കട്ടെ, എന്തുകൊണ്ടാണ് കേജ്രിവാൾ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞത്? ആ പറയാനുള്ള കാരണം എന്തൊക്കെയോ പറഞ്ഞതല്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞതല്ല. കേജ്രിവാൾ അല്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞതല്ല. രേണുക അവിടെ തിരുത്തേണ്ടതുണ്ട്. അത് എന്തൊക്കെയോ പറഞ്ഞതല്ല. പാകിസ്ഥാൻ ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമല്ല എന്ന ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഞാൻ നോക്കിയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇടപെടേണ്ട, നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. പഞ്ചാബ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്താണ് പ്രധാനമന്ത്രി ഈ വിഷയം എടുത്തിരുന്നത്. അവിടെ കേജ്രിവാളിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും രാജ്യസുരക്ഷ ഒരു വിഷയമാക്കി ഉയർത്തിക്കാണില്ല. അതിലെന്ത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ഒരു സർക്കാരിന്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്താണ്? അത് അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്, നീതി നടപ്പിലാക്കുകയാണെന്ന്. നിങ്ങൾക്ക് എന്താണ് ഇനി പുൽവാമ കൂടി ഉണ്ടാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രധാനമന്ത്രി പുട്ടിന് പീരയിടുന്ന പോലെ പാകിസ്ഥാൻ ഇന്ന ആളുകളെ പുകഴ്ത്തുന്നു, അവരുമായിട്ട് ബന്ധമുണ്ട്. അത് മാത്രമല്ല, എത്രയോ ജവാന്മാർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പോലും അവിടെ അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മിനിമം ഇതെങ്കിലും നമുക്ക് വേണ്ടേ? നമ്മുടെ അതിർത്തിയിൽ എത്രയേറെ ജവാന്മാർക്കെതിരെ ആക്രമണം നടക്കുന്നു. അതുകൊണ്ട് എന്താണ്? അത് രാജ്യത്തെ സ്നേഹിയായ ഒരാൾക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് ശക്തമായി അത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അവരെ വളരെ സ്നേഹമുള്ള ആളുകൾ എന്നെങ്ങനെയാണ് വിളിക്കാൻ കഴിയുന്നത്? ഒരു ഘട്ടത്തിലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായമായിരിക്കാം, പക്ഷേ ഒരു രാജ്യം സ്നേഹിക്കുന്നത് കേട്ടു നിൽക്കാൻ കഴിയില്ല. അത്രേ ഉള്ളൂ. ചൗധരി ഫവാദ് ഹുസൈന്റെ പരാമർശങ്ങളാണ് ചൗധരി ഫവാദ് ഹുസൈൻ ആദ്യം പരാമർശം നടത്തുന്നതൊക്കെ കൊള്ളാം, അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ടാകും. പക്ഷെ ആ പിന്തുണ വേണ്ടയോ എന്ന് ഈ രാജ്യത്തെ ആളുകൾ തീരുമാനിക്കട്ടെ. അവർ വേണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെ അദ്ദേഹത്തിന് ഒരാൾക്ക് പിന്തുണ വേണ്ട എന്ന് പറയുന്ന ആൾ ഇതാ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയേണ്ട കാര്യമുണ്ട്. എന്താണ് അവരുടെ താല്പര്യം? അത് പ്രധാനമന്ത്രി ഉയർത്തി കാണിക്കുന്നതാണ്. ഈ അദ്ദേഹം നേരത്തെയും പറഞ്ഞ വളരെ കൃത്യമാണ്. നരേന്ദ്രമോദിയെ എതിർക്കുന്നത് പലരും ഉണ്ടാകാം. അത് വിദേശത്തോ ആളുകൾ എതിർക്കുന്നു. പക്ഷേ ആ വിദേശത്ത് പാകിസ്ഥാനിൽ എതിർക്കുന്ന ആളുകൾ ഇവിടുത്തെ ചില ആളുകളെ പിന്തുണയ്ക്കുന്നു. അത് തെറ്റായ ഒരു സന്ദേശമാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് കേജ്രിവാൾ വളരെ ശരിയായ ഒരു നിലപാടാണ് ഇവിടെ എടുത്തതെന്നാണ്. രാഹുൽ ഗാന്ധിയും ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന്. ഈ രാജ്യത്തെ ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ആരും അത് അനുകൂലിക്കും എന്ന് ഒരിക്കലും കണക്കാക്കാനാവില്ല. ശരി, പറഞ്ഞു തീർന്നു. നമുക്കൊരു ബ്രേക്ക് പോകണമായിരുന്നു. ശരി, തിരിച്ചെത്താം നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി കർശനമായ നടപടിക്രമങ്ങളിലേക്ക്, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. എന്തായാലും അതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ 3 പോലീസുകാർക്ക് സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഈ ഡിവൈഎസ്പി ഈ ഇത്തരത്തിലൊരു ഗുണ്ടകൾ ഒരുക്കി വിരുന്നിൽ പങ്കെടുത്തത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിക്ക് ഡിവൈഎസ്പി സസ്പെൻഷൻ സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം വേണം കാര്യങ്ങൾ കൈക്കൊള്ളണം. എന്തായാലും ഇത് സംബന്ധിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന്റെ തുടക്കമെന്നോണം തന്നെയാണ് ഇപ്പോൾ 3 പേർക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഗുണ്ടകളെ
തപ്പി പോലീസ് നാട് നീടെ അലയുമ്പോൾ ഈ ഗുണ്ടയുടെ വിരുന്നിൽ തന്നെ പോലീസ് പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് അങ്കമാലിയിൽ തമ്മനം ഫൈസലിന്റെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ ആലപ്പുഴ ഡിവൈഎസ്പിക്കും മറ്റ് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും തമ്മനം ഫൈസലിന്റെ വക വിരുന്നൊരുക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി അങ്കമാലി SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഓപ്പറേഷൻ ആകുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയുടെ ഭാഗമായാണ് തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തുകയും ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഡിവൈഎസ്പി അടക്കമുള്ള ഡിവൈഎസ്പിയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ടെന്ന വിവരം ഈ അങ്കമാലി പോലീസിന് വ്യക്തമായത്. പിന്നീട് തമ്മനം ഫൈസലിനോട് കാര്യങ്ങൾ ചോദിച്ച് ഒപ്പുശേഖരണം നടത്തി തിരിച്ചു പോവുകയായിരുന്നു. ഈ സമയം ഈ പോലീസ് ഉദ്യോഗസ്ഥർ അങ്കമാലി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയപ്പോൾ ഡിവൈഎസ്പി ശുചിമുറിയിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ഈ പോലീസ് സംഘം പോയതിനു ശേഷമാണ് അദ്ദേഹം ആ വീട് വിട്ടതെന്നാണ് വിവരം. എന്തായാലും അങ്കമാലി പോലീസ് ഡിവൈഎസ്പി തന്നെക്കാൾ ഉയർന്ന റാങ്കിലുള്ള വ്യക്തി ആയതുകൊണ്ട് ആ സമയത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കോ അല്ലെങ്കിൽ സംഭാഷണത്തിലോ ഒന്നും നിന്നില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഈ സംഭവം ശരിയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിന് ഇടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ, AR ക്യാമ്പിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉണ്ടായി എന്നുള്ളൊരു വിവരം കൂടി. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ കഴിഞ്ഞ രേണുക ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ ആകുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശമായിരുന്നു DGPയുടെ ഭാഗത്ത് നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ ഡിവൈഎസ്പി തന്നെ ഇത്തരത്തിൽ ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിനായി എത്തുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. രേണുക. ശരി, നവമിയിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശരണ്യ സ്നേഹജനുണ്ട് നടപടി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുമായി. ശരണ്യ, ഇതിൽ പോലീസുകാർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അവർക്ക് സസ്പെൻഷൻ എന്ന വിവരം വരുന്നു. അപ്പോഴും ഈ ഡിവൈഎസ്പിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ആരാണ് എന്നത് വ്യക്തമാകുന്നുണ്ടോ? എന്ത് നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്? രേണുക, ആലപ്പുഴയിൽ നിന്നും വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട ആലപ്പുഴ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അങ്കമാലിയിൽ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ അവരൊരുക്കിയ വിരുന്നിൽ പങ്കെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പോലീസുകാരുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും 3 പോലീസുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ സസ്പെൻഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അത് ഡിവൈഎസ്പിയുടെ നടപടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മേൽത്തട്ടിൽ പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാബുവുമായി ബന്ധപ്പെട്ട് നേരത്തെയും നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴയിലെ ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത റിപ്പോർട്ട് ഉണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുകയും ഒപ്പം തന്നെ ഈ ആരോപണ വിധേയരുടെ സൽക്കാരം സ്വീകരിക്കുകയും പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൈവം അയച്ചു എന്ന പരാമർശത്തെ വീണ്ടും പരിഹസിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി മോദിയെ അഴിമതിയെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്താൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ദൈവിക ഇടപെടലാണെന്ന് പറയുമെന്നായിരുന്നു പരിഹാസം. രാജ്യം ഇന്ത്യ സംഘത്തിന് ശക്തമായ പിന്തുണ നൽകും. നരേന്ദ്രമോദിക്ക് മറ്റൊരു ടൈം പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പരാമർശം വലിയ രീതിയിൽ ആയുധമാക്കുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി. മാനസിക നില പരിശോധിക്കണം എന്നതുൾപ്പെടെയുള്ള പരാമർശം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇപ്പോഴാണ് അതിനെ അഴിമതിയുമായി കോർത്തിണക്കിക്കൊണ്ട് ഇത്തരമൊരു പരാമർശം നടക്കുന്നത്. അത് ആ നിലയിൽ തന്നെ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ലേ മനു? അല്ല, ഇതിൽ ഒരു കാര്യം, പ്രധാനമന്ത്രി നമ്മുടെ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണല്ലോ ഇത് വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി അത് പരിഹസിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം കുറച്ച് ഉയർന്നു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഒരു പ്രധാനമന്ത്രിയായി ഇനി നരേന്ദ്രമോദി ഉണ്ടാകില്ല. ഈ ടേമോടുകൂടി നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി എന്ന യുഗം അവസാനിക്കുകയാണ് എന്ന് രാഹുൽ ഇപ്പോൾ തുടർച്ചയായി ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു സാധാരണഗതിയിൽ BJP തുടക്കത്തിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടി എന്തായാലും ഉറപ്പായും മോദി സർക്കാർ വരും, പക്ഷെ 400 കടക്കുമെന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങളുമായി 400 സീറ്റ് കൊണ്ട് ജയിക്കും എന്നൊക്കെ ഉള്ള അവകാശവാദങ്ങളുമായാണ് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് ഒരു ആരോപണം, അത് ഈ പരിഹാസത്തെ അതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിയും. അപ്പോൾ പ്രധാനമന്ത്രി എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അവകാശപ്പെടുന്ന ഒരു പ്രധാന കാര്യം അഴിമതി രഹിതമായ ഒരു സർക്കാർ
സർക്കാർ തനിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞു, കഴിഞ്ഞ 10 വർഷമായി ഒരു തരത്തിലുള്ള അഴിമതിയും ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ളൊരു അവകാശവാദം അദ്ദേഹം നടത്തുന്നു. അപ്പോൾ അതിനെ ഖണ്ഡിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രധാനമന്ത്രി അധികാരത്തിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം വരാത്തത്. പക്ഷേ ഇനി ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണം വരും. ആ ഘട്ടത്തിൽ അദ്ദേഹം ഇതേ വാദം തന്നെയായിരിക്കും ഉയർത്തിപ്പിടിക്കുക. താൻ ദൈവത്തിൻ്റെ ആളാണ് എന്നതുകൊണ്ട് അത് ദൈവം നോക്കട്ടെ, ദൈവം പറഞ്ഞനുസരിച്ചായിരിക്കും ചെയ്തത് എന്നൊക്കെയായിരിക്കും അദ്ദേഹം ഇതിന് മറുപടിയായി നൽകുക എന്ന ചില പരിഹാസ രൂപേണ ചില ആക്ഷേപങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. മനു, ഇവിടെ ഇത് തുടർച്ചയായുള്ള ശ്രമങ്ങളാണ്. നമോ എന്ന പദം മോദി തൻ്റെ പേരുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത്തരം ചില പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനിൽ നിന്ന് അതീതമായി ഒരു തലം സൃഷ്ടിച്ചെടുക്കാനും അവിടെ തന്നെ പ്രതിഷ്ഠിക്കാനും ഉള്ള ശ്രമങ്ങൾ എന്ന നിലയിൽ നമ്മൾ കണ്ടതാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ ഒരു അപ്രമാദിത്വം എന്ന് തന്നെ പറയാം. ആ നിലയിൽ പ്രധാനമന്ത്രി ആ റോൾ കൈകാര്യം ചെയ്യുന്നത് അത് ശങ്കരാചാര്യ മഠങ്ങളുടെയൊക്കെ വിയോജിപ്പുകൾക്കൊക്കെ കാരണമായി. ആ നിലയിൽ തന്നെ വേണമോ ഇപ്പോൾ സ്വയം നടത്തിയ പ്രധാനമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതികരണങ്ങൾ ആ നിലയിൽ ഒരു വിമർശനത്തിനും അല്ലെങ്കിൽ ആ നിലയിലേക്കുള്ള മോദി സ്വയം അങ്ങനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് സൃഷ്ടിച്ചെടുക്കാൻ ഇടയാക്കില്ലേ? അല്ല, ശങ്കരാചാര്യ മഠങ്ങൾ ചിലർ അദ്ദേഹത്തെ അനുകൂലിച്ചു, ചില ആളുകൾ അതിൻ്റെ രീതി അതല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് ആ ക്ഷേത്രത്തിൻ്റെ അധികൃതരാണ് അതിൻ്റെ പ്രാണപ്രതിഷ്ഠ എങ്ങനെ വേണം, ഏത് സമയത്ത് വേണം എന്നൊക്കെ തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായും അവരാഗ്രഹിച്ചത് പ്രധാനമന്ത്രി അവിടെ വരണമെന്നാണ്. അവർ മറ്റെല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. അവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ ഒക്കെ ക്ഷണിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായി. പക്ഷേ ചില ആളുകൾക്ക് അവർക്ക് അതിനോട് വ്യക്തിപരമായി വിരോധമുള്ളവർ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് അതിനോട് വിയോജിപ്പുള്ളവർ ഒക്കെ മാറി നിന്നു. ഇപ്പോൾ സീതാറാം യെച്ചൂരി പോലുള്ള ആളുകൾ അദ്ദേഹത്തിന് ആ ക്ഷണം സ്വീകരിക്കാൻ കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അതിൽ നിന്ന് മാറി നിന്നു. എന്നാൽ മറ്റു ചിലർ അത് പിന്നെ പോകാം എന്ന നിലപാടെടുത്തു. ചിലർ അത് കുഴപ്പമില്ല എന്ന തരത്തിൽ അവിടെ സന്ദർശിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് സ്വാഭാവികമായും അത് ആ ഒരു അധികൃതരുടെ അവിടുത്തെ ആ ഒരു ട്രസ്റ്റും അതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം ഇതിനു വേണ്ടി പോരാട്ടം നടത്തിയവരും ഒക്കെയാണ് അതിൻ്റെ ഒരു തീരുമാനങ്ങൾ എടുത്തത്. അതിൽ സ്വാഭാവികമായും പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടിന് കൂടുതൽ യോജിക്കുന്നു എന്നുള്ളത് കൊണ്ടാകണം. എന്തായാലും അത് പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അത് ക്ഷണിച്ച ആളും അത് പോയ ആളുമാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ പ്രധാനമന്ത്രി തനിക്ക് ചില ദൈവികമായ ശക്തി കിട്ടുന്നു എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുന്നു അതുകൊണ്ടാണ് ഒരുപക്ഷെ തനിക്കിങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഏതായാലും അത് വലിയ പരിഹാസത്തിന് എടുക്കുകയാണ് രാഹുൽ ഗാന്ധി. മാത്രമല്ല അദ്ദേഹം ഇന്നും ചില വ്യവസായികളുടെ പേരൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇവരുമായൊക്കെയുള്ള കുറ്റകൃത്യം അല്ലെങ്കിൽ ഇതുമായി സാമ്പത്തിക ഇടപാടുകളൊക്കെ പുറത്തു വരാൻ പോകുന്നു. അത് അധികം വൈകാതെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിൽ വന്നാൽ പുറത്തു വരുമ്പോൾ അപ്പോൾ മോദിക്ക് EDയുടെ റെയ്ഡ് ഇതേപോലെ നേരിടേണ്ടി വരും എന്ന ഒരു സൂചന കൂടി അപ്പുറത്തേക്ക് നൽകുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ ഒരു വലിയ വിഷയം അവർക്ക് ഇല്ല ആളുകൾക്കെതിരെ ഇത്തരം കേന്ദ്ര ഏജൻസികളുമായി ഒരു വേട്ട നടക്കുന്നു എന്നതാണല്ലോ. അപ്പോൾ അതിൽ ഒക്കെ കൂടി ഒരു കുറെ കൂടി അവരെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നൊരു പ്രസംഗം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഇത് ഈ ഒരു കാര്യത്തെ പരിഹസിക്കാൻ ഉള്ള അവസരം രാഷ്ട്രീയമായി ഉപയോഗിച്ചു. ഇത്തരം ഒരു പരാമർശം പ്രധാനമന്ത്രി നടത്തുന്നു. അതിനുശേഷം ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുരിയിലെ BJP സ്ഥാനാർത്ഥി സാമിത് പത്ര നടത്തിയ ഒരു പരാമർശമുണ്ട്. ജഗന്നാഥൻ മോദിയുടെ ആരാധകനാണ് എന്ന തരത്തിൽ നടത്തുന്നു. അത് പിന്നീട് മാറ്റി പറയേണ്ടുന്ന സാഹചര്യം. ക്ഷമ പറഞ്ഞു, പിന്നീട് ഉപവാസം ഇരുന്ന് അതിന് പ്രായശ്ചിത്തം എന്ന തലത്തിൽ ചെയ്തു. എന്തായാലും സ്വയം ഒരു ദൈവിക പരിവേഷം മോദി അവകാശപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആരാധകർ അതിനപ്പുറം ഒരു പരിവേഷം അദ്ദേഹത്തിന് നൽകുന്നു. ഇതൊക്കെ അല്പം കടന്നുപോയി എന്ന് പ്രധാനമന്ത്രിക്ക് തന്നെ തോന്നുന്നുണ്ടാകുമോ? കാരണം തുടർച്ചയായി രാഹുൽ ഗാന്ധി അതിനെ ട്രോൾ ചെയ്ത് ഈ രീതിയിൽ പരാമർശം നടത്തിയിട്ട് അദ്ദേഹത്തിന് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല ഈ സ്റ്റേജിൽ എന്ന ഒരു സാഹചര്യമുണ്ടോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് പറയുന്ന ആളാണല്ലോ നരേന്ദ്രമോദി. അല്ല, സ്വാഭാവികമായും ഈ ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാകും. അത് നമ്മളിപ്പോൾ എത്ര തന്നെ ശ്രദ്ധിച്ച് സംസാരിച്ചാലും അത് വലിയൊരു ട്രോളായി വരും. ചിലപ്പോൾ അത് കാലങ്ങളോളം ആ വിഷയം നിൽക്കും. അങ്ങനെ നിന്നൊരു വിഷയമാണ് ഈ 15 ലക്ഷം രൂപ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അതിന് ടേപ്പ് കൊണ്ടു കൊടുത്ത ടോം വടക്കൻ തന്നെ അവസാനം പറഞ്ഞു അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് പിന്നെ ആ BJPയിലേക്ക് പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ചില ആളുകളുടെ ചില പ്രയോഗങ്ങൾ എടുത്ത് ആളുകൾ വിമർശനാത്മകമാക്കും. അത്
ഇത് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ആളുകളുടെ ഒരു മാനസിക കാര്യങ്ങൾ അവരതെങ്ങനെയാണ് അവരുടെ സങ്കല്പങ്ങൾ എന്താണ് അതൊക്കെ ആയിട്ട് എങ്ങനെ ആർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ ഇത് ആർക്കൊപ്പം കാറ്റ് അനുകൂലമായി വീശും എന്നുള്ളത്. അത് രാഹുൽ ഗാന്ധിക്കൊപ്പമാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ജൂൺ 4-ന് അദ്ദേഹത്തിൻ്റെ വിജയം കാണാം. അല്ല അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണെങ്കിൽ ആ വിജയം നമുക്ക് ജൂൺ 4-ന് അവിടെ കാണാനും കഴിയും. ശരി, എന്തായാലും കാത്തിരിക്കാം. നമുക്ക് ഒരു ചെറിയ ഇടവേള കൂടി വേണം, അതിനുശേഷം മറ്റു വിഷയങ്ങൾക്ക്. ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരാൾ കൂടിയാണ് ഈ സാബു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ റിട്ടയർമെന്റിന്, അതായത് ഈ മാസം അവസാനം റിട്ടയർമെന്റിലേക്ക് കടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു സ്വീകരണം, ഗുണ്ടകൾ ഒരുക്കിയ ഒരു സ്വീകരണം ഏറ്റുവാങ്ങി അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റു നടപടികളിലേക്ക് നീങ്ങി പോകുന്നു. ഈ പോലീസുകാരും ഗുണ്ടകളും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്ന കാര്യം പരസ്യമായ രഹസ്യമാണ്. പലർക്കും അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷേ ഇതിപ്പോൾ വലിയ വിവാദമായി ഗുണ്ടാവിളയാട്ടം മാറുകയും ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ ഗുണ്ടകളെ സെർച്ച് ചെയ്ത് പോലീസ് സംസ്ഥാനത്തുടനീളം നടക്കുകയും അത്തരം ഒരു ഓപ്പറേഷൻ നടക്കുകയും ചെയ്ത സമയത്താണ് ഈ വിരുന്നിൽ പങ്കെടുത്തത് എന്നത് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനാകെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി തന്നെ ഇതിനെ കാണണം. അവിടെ കൃത്യമായ നടപടികളിലേക്ക് അധികൃതർ നീങ്ങുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി കർശനമായ നടപടിക്രമങ്ങളിലേക്ക്, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. എന്തായാലും അതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ 3 പോലീസുകാർക്ക് സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഈ ഡിവൈഎസ്പി ഈ ഇത്തരത്തിലൊരു ഗുണ്ടകൾ ഒരുക്കി വിരുന്നിൽ പങ്കെടുത്തത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിക്ക് ഡിവൈഎസ്പി സസ്പെൻഷൻ സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം വേണം കാര്യങ്ങൾ കൈക്കൊള്ളാൻ. എന്തായാലും ഇത് സംബന്ധിച്ച വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന്റെ തുടക്കമെന്നോണം തന്നെയാണ് ഇപ്പോൾ 3 പേർക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഗുണ്ടകളെ തപ്പി പോലീസ് നാട് നീടെ അലയുമ്പോൾ ഈ ഗുണ്ടയുടെ വിരുന്നിൽ തന്നെ പോലീസ് പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് അങ്കമാലിയിൽ തമ്മനം ഫൈസലിന്റെ കുപ്രസിദ്ധ ഗുണ്ട നേതാവായ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ ആലപ്പുഴ ഡിവൈഎസ്പിക്കും മറ്റ് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും തമ്മനം ഫൈസലിന്റെ വക വിരുന്നൊരുക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി അങ്കമാലി SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഓപ്പറേഷൻ ആഗുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയുടെ ഭാഗമായാണ് തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തുകയും ഇവിടെ എത്തിയപ്പോഴാണ് ഈ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് അമിത്ഷാ. മതം അടിസ്ഥാനമാക്കിയുള്ള പ്രചാരണം ഇന്ത്യ മുന്നണി തുടർന്നാൽ BJP മുസ്ലിം കോട്ടയെ എതിർത്ത് പ്രചാരണം തുടരുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. അതേസമയം നരേന്ദ്രമോദിയുടെ മുജ്ര പരാമർശത്തെ പ്രിയങ്ക ഗാന്ധി വാദ്ര രൂക്ഷമായി വിമർശിച്ചു. മനു, ഈ 2 വിഷയങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. UCC അത് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയത് പരീക്ഷണാർത്ഥമാണ്. അത് രാജ്യത്തുടനീളം എത്തും എന്നതാണ്. അടുത്ത ഒരു ഭരണം ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തിനുള്ളിൽ അത് രാജ്യത്ത് നടപ്പാക്കുമെന്ന ഉറപ്പാണ് അമിത്ഷാ നൽകുന്നത്. ഒപ്പം തന്നെ ഈ മുദ്ര നൃത്ത പരാമർശം അത് പ്രധാനമന്ത്രിയുടെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിനെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തെ ഒപ്പം നിർത്താൻ വേണ്ടി നടത്തുന്ന ഇന്ത്യ മുന്നണിയുടെ പരിശ്രമത്തെ ആകെ കളിയാക്കിക്കൊണ്ടാണ് അത്തരമൊരു പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് രണ്ടും ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷങ്ങളെയാണ്. 7ാം ഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം എന്താണ്? അല്ല, ഒരു വശം അത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിഭാഗത്തിൻ്റെ പിന്തുണ നേടിയെടുക്കുക എന്നത് സ്വാഭാവികമായ ഒരു രീതിയാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം BJPയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ വലിയൊരു ശതമാനം, ഒരു 10% കൂടുതൽ അവർക്ക് അനുകൂലമായി ഒരു കാരണവശാലും വരില്ല എന്ന ഒരു പക്ഷേ വ്യക്തമായൊരു ധാരണ അവർക്കുണ്ടാകണം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത് ഒരു മറുവിഭാഗത്തിൻ്റെ ഒരു ഏകീകരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ബീഹാറിലാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസംഗം നടത്തിയത്. അവിടെ ഈ പ്രധാനമന്ത്രി
ഒരു വലിയൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ കവർന്നെടുത്തത് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു. അതാണ് നിങ്ങൾ ബാക്ക്വേർഡ് വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ ന്യൂനപക്ഷത്തിന് കൊടുക്കാൻ പോകുന്നു. അതിന് ഇപ്പോൾ ഈ മുജ്ര അവർക്ക് മുന്നിൽ കീഴടങ്ങി മുജ്ര കളിക്കുന്നു. അതേപോലെ തേജസ്വിയെയും പരിഹസിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മുജ്ര ഒരു സാധാരണ നൃത്തമല്ല, ഒരു വശീകരണ നൃത്തം എന്ന അർത്ഥത്തിലുള്ള ഈ മുഗൾ കാലഘട്ടത്തിലാണ് ഇത് വളരെ പോപ്പുലർ ആകുന്നത്. അന്ന് ഈ വലിയ പ്രഭുക്കളുടെയൊക്കെ മുന്നിൽ ആളുകൾ നൃത്തം ചെയ്യുന്നതിന് പക്ഷേ ചില നൃത്തത്തിൻ്റെ എലമെൻസും ഒക്കെ ഉണ്ട്, കഥക്കിൻ്റെ ചില എലമെൻസും ഒക്കെ ഉണ്ട്. പക്ഷേ അത് ആളുകളെ സ്വാഭാവികമായും നമ്മുടെ എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. നൃത്തം എന്നതാണ് ആ രീതിയിലുള്ള ഒരു മോശം അർത്ഥം അതിനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അന്ന് ഈ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് അന്ന് ഈ കോർട്ടിസൻസ് എന്ന് പറയുന്ന വിഭാഗം ആണ് ഈ മുഷ്റ ചെയ്തതെന്നൊക്കെ പറഞ്ഞുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അന്ന് വലിയ പദവിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ ഈ പ്രഭുക്കരുടെ മുന്നിലൊക്കെയാണ് ഇത്തരം നൃത്തങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട്, ആ ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ പദവിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അന്ന് പറയുന്നുണ്ട്. ഏതായാലും അതൊരു തർക്ക വിഷയമല്ല. അതിനപ്പുറത്തേക്ക് ഇവിടെ വരുന്നത് പ്രധാനമന്ത്രിയുടെ ഒരു പരിഹാസമാണ്. അത് കൃത്യമായി ഇത് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ മുന്നണി നീങ്ങുന്നത്. അതിനെ എതിർക്കുക എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ UCC അല്ലെങ്കിൽ ഈ പൊതുവ്യക്തി നിയമം എന്നത് BJPയുടെ ഒരു അജണ്ടയാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അവർക്ക് കൃത്യമായൊരു നിലപാടുണ്ട്. ഇത് ഈ പൊതുവ്യക്തി നിയമം എന്നത് ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവമല്ല. ഇതിനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ തന്നെ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഈ കെ മുൻഷിയുടെയും അംബേദ്കർജിയുടെയും ഒക്കെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അമിത്ഷായും ആ ഇന്റർവ്യൂവിൽ കാര്യങ്ങൾ. പക്ഷെ അംബേദ്കറും ഇത് നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ പോലും അത് ആരുടെ പുറത്തും അടിച്ചേൽപ്പിക്കരുത് എന്നൊരു നിലപാട് അംബേദ്കറിന് ഉണ്ടായിരുന്നു. അത് ആളുകൾ സ്വമേധയാൽ ഏറ്റെടുക്കുന്ന ഒരു കാര്യം വരട്ടെ എന്നുള്ള നിലപാടായിരുന്നു. അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകൾ, ഇപ്പോൾ പോക്കർ സാഹിബൊക്കെ അന്ന് ചോദിച്ചത് പൊതു വ്യക്തി നിയമം ഒരു നിയമമാക്കുമ്പോൾ നിങ്ങൾ ഏതു മതത്തിൻ്റെ നിയമം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യം ഒക്കെ വീണ്ടും പ്രസക്തമാവുകയാണ്. ഇപ്പോൾ ഇത് വരുന്നത് ഈ 4-5 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. വിവാഹമോചനം, ജീവനാംശം, രക്ഷകർത്തൃത്വം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കലൊക്കെയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ മുസ്ലിം വിഭാഗം അംഗീകരിക്കുന്ന ആ നിയമങ്ങൾ പൊതു നിയമങ്ങളാക്കി മാറ്റാൻ കഴിയുമോ എന്നൊക്കെ അദ്ദേഹം ഒന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരം ചർച്ചകൾ കൂടി ഇതിൻ്റെ ഭാഗമായി വരികയാണ്. ഏതായാലും ഗോവയിൽ ഈ വിഷയം ഉണ്ടായില്ല. ഗോവ പോർച്ചുഗീസുകാരുടെ കാലം തൊട്ട് അവർക്ക് ഈ ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്തുണ എന്നത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. കാരണം പോർച്ചുഗീസ് വരുന്നതും ആ കാലം തൊട്ട് അവരെ എതിർക്കുന്നതും ഇവിടുത്തെ മുസ്ലിം, ഇപ്പോൾ കുഞ്ഞാലി മരക്കാരായാലും അവരുടെയൊക്കെ ഒരു എതിർപ്പ്, മുസ്ലിം വ്യാപാരം, കച്ചവടത്തെ അത് ബാധിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളും ഒക്കെ അന്ന് അവർ തമ്മിലുള്ളൊരു സംഘർഷം നേരിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗോവയിൽ അവിടെ ഒരു ഗോവ സിവിൽ കോഡ് എല്ലാവർക്കും ഒരേപോലത്തെ ഒരു നിയമമായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ആ സാഹചര്യം അല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ചില ആനുകൂല്യങ്ങൾ ചില വിഭാഗങ്ങൾക്കൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ആ മാറ്റം ഇനി കാലം കൊണ്ട് തിരുത്തപ്പെടേണ്ടതാണ് എന്നൊരു നിലപാട് നേരത്തെ തന്നെ BJPക്ക് ഉണ്ടായിരുന്നു. ഉത്തരാഖണ്ഡിൽ ഇത് ചെയ്തു. എനിക്ക് തോന്നുന്നു ഗുജറാത്തും അതിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ എടുത്തിരുന്നു. അതിലേക്ക് വൈകാതെ നീങ്ങും എന്നാണ് പറയുന്നത്. ആസാമിൽ ഹിമന്ത ബിശ്വാസ് ഈ വിഷയം ചർച്ചക്കെടുത്തു. അദ്ദേഹം അധികം വൈകാതെ അവിടെയും ഈ പൊതുവ്യക്തി നിയമം ഉണ്ടാക്കും എന്ന നിലപാട് വന്നു. അപ്പോൾ സ്വാഭാവികമായ ആളുകൾ ധരിച്ചിരുന്നത് ഇതിപ്പോൾ ശില്പികൾ ഇത് ആളുകളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കരുത്, സ്വന്തമായി ആ താല്പര്യമുള്ളവർ എടുക്കട്ടെ എന്നൊരു നിലപാടാണ് സ്വീകരിച്ചതുകൊണ്ട് തന്നെ BJPക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് പ്രായോഗികമാക്കുക എന്ന ഒരു രീതിയാണ് ആദ്യഘട്ടത്തിലുണ്ടായത്. കർണാടകയിലും ഒക്കെ ഈ വിഷയം ചർച്ചയായിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്തുകൊണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അത് നടപ്പിലാക്കും എന്നൊക്കെ ചില ആശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചിലർ കരുതുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും അടുത്ത ഘട്ടത്തിൽ അത് ഉണ്ടാകും എന്ന ഒരു വ്യക്തമായ നിയമം. അപ്പോൾ ഇതൊരു 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി കൂടി ഇതിനെ കാണണം. ഒന്ന്, ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായി വരുമെന്ന് ഇന്ത്യ മുന്നണി വിചാരിക്കുന്നു. മറുവശത്തിന് കൂടുതൽ തങ്ങൾക്ക് അനുകൂലമാക്കി നിർത്താനുള്ള ഒരു നീക്കം BJP നടത്തുന്നു. ഇതിൽ സ്വാഭാവികമായും എന്ത് സംഭവിക്കും മുന്നണി അധികാരത്തിൽ വന്നാൽ CAA-യും UCC-യും നടപ്പാക്കാനുള്ള നീക്കമില്ലായ്മ ചെയ്യുന്ന പറയും. ഇത്തവണ ഇന്നത്തെ ദിവസം തന്നെ മമതാ ബാനർജി അത് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ ആവർത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മമതാ ബാനർജി ഇപ്പോൾ ഇനി ജൂൺ 1 നടക്കുന്ന യോഗത്തിൽ പോകുന്നില്ല ഇന്ത്യ മുന്നണിയുടെ എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മമതയെ നമ്മൾ അങ്ങനെ കണ്ട് വിശ്വസിക്കേണ്ട. മമത ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും യോഗത്തിൽ മമതാ ബാനർജി പറഞ്ഞതാണ് ഈ കാര്യം എന്തായാലും നടപ്പാക്കാൻ പോകുന്നില്ല. അവിടുത്തെ വലിയ വോട്ടർമാരിൽ ഒരു വലിയ വിഭാഗം ന്യൂനപക്ഷ
സമുദായത്തിൽ നിന്ന് അവരെല്ലാം TMCയെ പിന്തുണയ്ക്കുന്ന ആളുകളുമാണ്. മമതാ ബാനർജിയുടെ ഒരു പ്രധാന ദേഷ്യം അതാണ്. കാരണം ഈ കോൺഗ്രസും CPM ഒന്നും BJPക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോയി ഇത് ചെയ്യുന്നില്ല. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വന്ന് ഈ നീക്കമാണ് അവർ നടത്തുന്നത് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത് കർണാടക ചർച്ച ചെയ്ത, മഹാരാഷ്ട്ര ചർച്ച ചെയ്ത, മധ്യപ്രദേശും ഉത്തർപ്രദേശും ഒക്കെ ഈ വിഷയങ്ങളിൽ ഈ പൊതു വ്യക്തി നിയമം എന്നത് ഉത്തർപ്രദേശിൽ കേശവ് പ്രസാദ് മൗര്യ ഇതിനെപ്പറ്റി നേരത്തെ ഉള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എന്ന നിലയിൽ അത് കൊണ്ടുവന്നിരുന്നു. ഹരിയാനയിൽ അനിൽ വിജി ഇത് ചർച്ച ചെയ്തിരുന്നു. മധ്യപ്രദേശിലും ശിവരാജ് സിംഗ് ചൗഹാനെ പോലുള്ളവർ ഇത് സംബന്ധിച്ച ഒരു കമ്മിറ്റി ഉണ്ടാക്കണം എന്ന നിലപാടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ BJP MLA അതുൽ ഭക്താക്കൽക്കർ ഇതേ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അന്ന് പറഞ്ഞ വലിയ വാർത്തയായിരുന്നു. ആസാമിൽ കഴിഞ്ഞ വർഷമാണ് ഈ ഫെബ്രുവരിയിലാണ് ഹിമന്ത ബിശ്വാസ് ഇത് നടപ്പിലാക്കണം എന്ന ഒരു നിലപാട് കൊണ്ടുവന്നത്. കാരണം ഈ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ കുട്ടികൾക്കിടയിലുള്ള ബാലവിവാഹവും അതുപോലെയുള്ള പ്രശ്നങ്ങളും അതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്നുള്ളത് ഒരു വിഷയമായിട്ടാണ് അവരിത് പലതരത്തിലാണ് ആളുകൾ ഇത് അവതരിപ്പിച്ചത്. ഏതായാലും അതൊക്കെ ലക്ഷ്യമിടുന്നത് ഈ മുസ്ലിം പ്രീണനം ഇന്ത്യയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയെന്നും അതിനെതിരെ BJP നിലപാടെടുക്കുന്നു എന്നുള്ള ഒരു അങ്ങനെ ഒരു ധാരണ വോട്ടർമാർക്ക് ഉണ്ടാക്കണം എന്നവർ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നു. രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായി വന്നാൽ അതിനുള്ള നടപടികൾ ഇത് 22ാം ലോ കമ്മീഷൻ ഇത് പരിശോധിച്ചതാണ്. അന്ന് പരിശോധിച്ച് അവർ പറഞ്ഞു അതിനുള്ള സമയം ആയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും 23ാമത്തെ ലോ കമ്മീഷൻ വന്നപ്പോൾ ഈ വിഷയം അവർ വീണ്ടും എടുത്തു. അതിൽ പല ആളുകളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. അപ്പോൾ തന്നെ വലിയ കലാപങ്ങൾ, വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടന്നു. ഏതായാലും പുതിയ ലോ കമ്മീഷൻ അത് സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കും, അവർ എന്ത് നിർദ്ദേശങ്ങൾ നൽകും. അംഗമായ കമ്മിറ്റിയാണ് രാംനാഥ് കോവിന്റേത്. അവർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം അനുകൂലമെങ്കിൽ ആ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് ആവർത്തിക്കുകയായിരുന്നു ഇന്ന് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ. നമ്മൾ ഇനി പോകുന്നത് പഞ്ചാബിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ എല്ലാ കണ്ണുകളും പഞ്ചാബിലേക്കാണ്. പഞ്ചാബിലെ 13 സീറ്റുകളിലേക്കാണ് ജൂൺ 1 വിധിയെഴുത്ത് നടക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് പ്രധാന മത്സരം. ശിരോമണി അകാലിദളും BJPയും കടുത്ത മത്സരം ഉയർത്തുമ്പോൾ പല മണ്ഡലങ്ങളിലും ചതുഷ്കോണ മത്സരത്തിന്റെ ചൂടാണ് പഞ്ചാബിൽ അനുഭവപ്പെടുന്നത്. പഞ്ചാബിലെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ 2019 കോൺഗ്രസ് 8 സീറ്റ്, ശിരോമണി അകാലിദൾ 2, BJP 2, ആം ആദ്മി പാർട്ടി 1 എന്നതാണ് നില. 2014 സാഹചര്യം ശിരോമണി അകാലിദൾ 4, ആം ആദ്മി പാർട്ടി 4, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3, BJP 2 എന്നതാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്നു എന്നതാണ് സാഹചര്യം. മനു, ഡൽഹിയിൽ ഒരുമിച്ച് മത്സരിക്കുന്നവരാണ് പഞ്ചാബിലെത്തുമ്പോൾ നേർക്കുനേർ മത്സരത്തിൽ ഏർപ്പെടുന്നത്. ഇന്ത്യ മുന്നണിക്ക് ഒരു സഖ്യമായി ഒന്നും മത്സരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടുത്തെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. പലയിടങ്ങളിലും ചതുഷ്കോണ മത്സരം. അതെ, ഇവര് സഖ്യം NDA സഖ്യവും 2ആയി മത്സരിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഇത്തവണത്തെ പഞ്ചാബ് തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. അവിടെ സ്വാഭാവികമായും ഈ ശിരോമണി അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം കർഷക സമരം അവർക്ക് മുന്നിൽ ഒരു വീറാമുട്ടിയായി നിൽക്കുകയാണ്. അപ്പോൾ NDA സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ചില വഴിവെച്ചേക്കും എന്ന അവരുടെ ആശങ്കയാണ് അവർ സെപ്പറേറ്റായി മത്സരിക്കാൻ നിൽക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് കിട്ടിയാലും ഒരു ബോണസ് എന്ന രീതിയിലാണ് അവർ ഇതിനെ കാണുന്നത്. ഈ ഗുർദാസ്പൂരിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ഗുർദാസ്പൂരിൽ ജയിച്ചു, ഒപ്പം ഹോഷിയാർപൂരിൽ സോംപ്രകാശും ജയിച്ചു. ഗുർദാസ്പൂരിലാണ് ഒരു വലിയ വിജയം അവിടെ BJPക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അവിടുത്തെ ചലച്ചിത്ര താരം സണ്ണി ഡിയോൾ, അത് നമ്മുടെ ധർമ്മേന്ദ്രയുടെ മകനായതുകൊണ്ടും അദ്ദേഹം ഈ പ്രത്യേകിച്ച് ഈ ജാട്ടുകളുടെയൊക്കെ സിനിമകൾ ധാരാളം, ആ ഒരു കഥാപാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സിനിമകളൊക്കെ ധാരാളം അഭിനയിക്കുകയും പഞ്ചാബ് സണ്ണി ഡിയോൾ ആകട്ടെ ഈ പഞ്ചാബ് പ്രദേശത്തെ അവിടുത്തെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ കഥ പറയുന്ന സിനിമകളിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനൊരു പ്രീതി ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ
ഫലം കണ്ടു കാണണം. പക്ഷേ ഇതിലിപ്പോൾ ഇനി ഒരു ചോദ്യം നിൽക്കുന്നത് ഈ കർഷക വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കും, അത് ഭിന്നിച്ചു പോകുമോ, അത് കേന്ദ്രീകരിച്ച് ഒരു വശത്തേക്ക് നിൽക്കുമോ എന്നാണ്. കാരണം അത് സ്വാഭാവികമായും BJP-യോടുള്ള വിയോജിപ്പ് പുറത്തു വരുന്നുണ്ട്. സ്ഥാനാർത്ഥികളോടൊക്കെ അവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു, അങ്ങനെയൊക്കെ അവിടെ നടക്കുന്നു. പ്രധാനമന്ത്രി അവിടെ റാലികളിൽ പങ്കെടുക്കാൻ പോയപ്പോൾ പല കർഷക സംഘടനാ പ്രതിനിധികളെയും വീട്ടുതടങ്കലിലൊക്കെ ആക്കിയിട്ടാണ് ചെന്നത്. ട്രാക്ടറുകൾ ഒക്കെ തടഞ്ഞ് റോഡുകൾ ബന്ദ് ചെയ്ത് അവരൊരു പ്രതിഷേധം ഉണ്ടാകും അല്ല എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകളൊക്കെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും നാളെയും അവർ പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ ബന്ദികളാക്കുന്നത് ഉൾപ്പെടെയുള്ള പല പ്രതിഷേധ പരിപാടികളും ഉണ്ടാകും. അപ്പോൾ അവിടെ BJP-ക്ക് വലിയ പ്രതീക്ഷ അങ്ങനെ നേരത്തെ അവരങ്ങനെ വലിയ ജയിച്ച് അവിടെ പഞ്ചാബ് മുഴുവൻ തൂത്തുവാരിയിട്ടുള്ളൊരു ഇതല്ല. ആകെ ഈ ഗുർദാസ്പൂരിലും ഹുഷിയാർപൂരിലുമാണ് ഇവിടെ. മറ്റൊന്ന് BJP ഇപ്പോൾ കോൺഗ്രസിന്റെ ഇപ്പോൾ അമരീന്ദർ സിംഗിന്റെ ഭാര്യ പ്രണീത് വരുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പാർട്ടി എത്തിയവരെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. അങ്ങനെ റെയിൻബോയാണ് ഇത്തവണ വിമതന്മാർക്ക് പിന്നെ നിറയെ സാധ്യതകൾ ഇത്തവണ അവിടെ കിട്ടിയിട്ടുണ്ട്. 13 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. അവിടെ സാധ്യമായ പരീക്ഷണങ്ങൾ BJP നടത്തുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും BJP പല ആളുകൾ ഇപ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് സ്ഥാനം പോയാലും സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് പരമാവധി ആളുകളെ അടർത്തിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു ഇത്തവണത്തെ ഒരു ലക്ഷണം ഒരു പക്ഷേ കോൺഗ്രസ്സിന് അവിടെ ചിലപ്പോൾ ചില തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാം ആം ആദ്മി പാർട്ടി നേട്ടമുണ്ടാക്കുകയാണെങ്കിൽ. കാരണം സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയിലേക്ക് ആ വോട്ടർമാർ കൂടുതൽ പോവുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ വോട്ടിംഗ് പാറ്റേണിനെ ആയിരിക്കും ബാധിക്കുക എന്നതാണ് അവിടെ നിന്ന് വ്യക്തമാകുന്നത്. അത് BJP-ക്ക് അവിടെ 2 സീറ്റേ ഉള്ളൂ. അത് 2 സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 40% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഇടമാണ് 2019. പക്ഷേ അത് നിലനിർത്താൻ കഴിയുമോ എന്ന സംശയം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ട്. കോൺഗ്രസ് വലിയ ഒരു പഞ്ചാബ് എന്ന് പറയുന്നത് കോൺഗ്രസിന് പഞ്ചാബിന് അവിടെ ഒരു കോൺഗ്രസ് കൾച്ചർ ഉണ്ടായിരുന്നു. മാത്രമല്ല അവർ ഒരു ദേശീയധാരയിലെന്നും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ്. ധാരാളം സൈനികരൊക്കെ ഉള്ളൊരു ജനതയാണ്. അപ്പോൾ ആ കർഷകരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഞ്ചാബിൽ പിന്നെ കോൺഗ്രസ്സിനെ അവിടെ പക്ഷേ ചില അടിപറ്റുകയുണ്ട്. അത് പരിഹരിക്കാനായി ഒരു ദളിത് മുഖ്യമന്ത്രി എന്നൊക്കെ ഉള്ള രീതിയിൽ ചന്നി അവതരിപ്പിച്ചു. പക്ഷേ അതൊന്നും അങ്ങ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടില്ല. അപ്പോൾ ഇതിലാകെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഈ BJP-ക്ക് ആകെ വളരെ 2 സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകട്ടെ ഇപ്പം ഭഗവന്ത് മാൻ രാജിവെച്ച പ്രദേശത്ത് അവിടെ ആം ആദ്മി പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മാത്രമല്ല ഈ BJP-യുടെ ആം ആദ്മി പാർട്ടിയുടെ ഉള്ള MP BJP-ലേക്ക് റിങ്കു കൂടുമാറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ തരൺജിത് സിംഗിനെ മറ്റുമൊക്കെ ഇറക്കിയാണ്, മുൻ അംബാസിഡറിനെയൊക്കെ ഇറക്കിയാണ് BJP സ്ഥാനാർത്ഥി പട്ടിക ഒന്ന്. അല്ല, പക്ഷെ അതൊന്നും ഒരു ജയത്തിലേക്ക് എത്താനൊക്കെ ഉള്ളൊരു സാധ്യത വളരെ കുറവാണ്. സ്വാഭാവികമായും അവിടെ വർക്കൗട്ടാകുന്നത് ഒരു താരപരിവേഷം ചിലപ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ വർക്കൗട്ടാകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടുത്തെ പഞ്ചാബിലെ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. പ്രധാനമന്ത്രി ഇന്ന് ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തു പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് വോട്ടാകും. പിന്നെ പഞ്ചാബിലൊരു BJP-ക്ക് ഉള്ളൊരു വലിയൊരു ഇതെന്തെന്ന് വെച്ചാൽ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അവിടുന്ന് ധാരാളമുണ്ട്. അവരുടെ വ്യവസായം SID വിട്ടുനിന്നു എങ്കിൽ പോലും ഒപ്പം നിന്നതിൻ്റെ ക്ഷീണം എന്തായാലും തെരഞ്ഞെടുപ്പിൽ SIDക്ക് നേരിടേണ്ടി വരും. അങ്ങനെ വന്നാൽ കൂടിയും ഇത് ആരോടൊപ്പം ഈ കർഷകർ നിൽക്കും, അതൊരു ചോദ്യമായി ബാക്കി നിൽക്കുകയാണ്. അത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളത് ആ കർഷകർ ആരോടൊപ്പം നിൽക്കുന്നു എന്നതിന്. ശരി, എന്തായാലും 7ാം ഘട്ടം അവസാന ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാവുക പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇന്ത്യ മുന്നണി വലിയ സാധ്യത അവിടെ കാണുന്നുണ്ട്. വലിയ പ്രതീക്ഷയിലാണ്. 13 സീറ്റുകളാണ് പഞ്ചാബിൽ ഉള്ളത്. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് പൂർണ്ണമാവുകയാണ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും വിശദാംശങ്ങളുമായി നാളെ കാണാം. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational